ഹലോ ഗെയ്സ്, നമ്മുടെ ടൂറാട്ടോ, കക്കാടുംപുഴയിലേക്കുള്ള ടൂറാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നാണ് എല്ലാവരും കുക്കിങ്ങൊക്കെ ചെയ്ത് പോവുകയാണ്. നമ്മുടെ ഫിഷ് കറി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, ചിക്കൻ മസാല, ഗ്രേവി ചെയ്യാനുള്ള ചിക്കൻ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളി സെറ്റാക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ എല്ലാവരും വന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കാണ് കേട്ടോ എല്ലാവരും വന്നതും. അപ്പോൾ അത് ഷിബിന, അത് വാവേട്ടനാണ്, വാവേട്ടൻ്റെ മോനാണിത്. പിന്നെ വാവേട്ടൻ്റെ വൈഫ് നിഖില എന്നാണ് പേര്. പക്ഷെ നമ്മൾ വാവേട്ടൻ്റെ വൈഫിനെ വാവേടത്തി എന്നാണ് വിളിക്കുന്നത്. പിന്നെ മോളും ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി വന്നു കേട്ടോ. കുറച്ച് ആൾക്കാർ മാത്രമേ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ട്രിപ്പിന് ഒരു 3 ദിവസത്തെ ട്രിപ്പായിരുന്നു. അത് മൈസൂരിലേക്കായിരുന്നു കേട്ടോ പോയിരുന്നത്. അപ്പോൾ അത് കുറച്ച് ആൾക്കാർ മാത്രം. കാരണം ഒന്നാമത് ലാസ്റ്റായി, പിന്നെ നല്ല മഴയായി തുടങ്ങിയില്ലേ. അപ്പോൾ കുറച്ച് ആൾക്കാർ മാത്രം. എന്തായാലും ഒരു 1 ഡേ ട്രിപ്പ് ആണെങ്കിലും പൊളിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു പോയത്. അങ്ങനെ വണ്ടിയിൽ നിന്ന് നല്ല പാട്ടും എന്താ പറയുക, നല്ല അന്താക്ഷരിയൊക്കെ കളിച്ചിട്ട് നല്ല രസമായിട്ട് തന്നെയാണ് കേട്ടോ പോയതൊക്കെ. അങ്ങനെ അവിടേക്ക് പോകുമ്പോൾ നല്ല അടിപൊളി പ്ലേസായിരുന്നു. നല്ല പ്രകൃതി രമണീയമായ നല്ല പ്ലേസായിരുന്നു കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു. ചില സ്ഥലത്ത് തീരെ മഴയില്ല, ചില സ്ഥലത്ത് നല്ല മഴയാണ്. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം പ്ലേസൊക്കെ അവിടെ എത്തി തുടങ്ങിയപ്പോൾ തന്നെ കണ്ടോ, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഞാൻ അവിടേക്ക് വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്, എനിക്ക് ബൈക്കിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായി. ഈ മഴയത്തൊക്കെ, ഈ മഴേൻ്റെ സമയം ഉണ്ടല്ലോ, മഴയൊന്നും അവസാനിച്ച് നിൽക്കുന്ന ആ ഒരു സമയം ഉണ്ടാവില്ല, നല്ല തണുത്ത ടൈമിൽ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വേറെ എന്ത് വാഹനത്തെക്കാളും എനിക്ക് പ്രിയം ബൈക്കിൽ തന്നെ യാത്ര ചെയ്യാനാണ്. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ, ബൈക്കിൽ യാത്ര ചെയ്യുന്ന കുറച്ച് ബൈക്ക് പ്രേമികളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എല്ലാവരും എത്തി. അപ്പോൾ എല്ലാവരും സ്ഥലമൊക്കെ ഒന്ന് കാണുകയാണ്, എന്താണ് അങ്ങനെയാണ് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുകയാണ്. അപ്പോൾ നല്ല അടിപൊളി പ്ലേസാണ്. പൂള് കണ്ടില്ലേ, ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. സ്വിമ്മിങ് പൂള്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുട്ടികളുടെ പൂളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത് കേട്ടോ. ഇത് ശരത്ത്, മറ്റേ റിങ്കു, പിന്നെ ഇത് ബിരിയാണി ആയിരുന്നു കേട്ടോ, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാവരും അവിടെ ഇരുന്നു ഭക്ഷണം കഴിക്കുക. പിള്ളേർക്കൊക്കെ നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് നല്ല മഴയാകുമ്പോൾ നമുക്കൊന്നും കൂടി വിശപ്പൊക്കെ കൂടുതലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി നല്ല ടേസ്റ്റി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അതിനിടെ പിന്നെ അട്ട കടിച്ചു കേട്ടോ. അവിടെ വെള്ളത്തിലേക്ക് ഒന്ന് പോയി ഇറങ്ങിയപ്പോഴത്തെ അട്ട കടിച്ചു. ഒന്ന് പാർക്കിലൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. അപ്പോൾ ഈ അട്ടകടി എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു കേട്ടോ. അട്ടനെ ഞാൻ കണ്ടില്ല, അട്ട കടിച്ചപ്പോഴോ പോയി തോന്നുന്നു, ഞാൻ അറിഞ്ഞിട്ടും കൂടിയില്ല. ഇഷ്ടം പോലെ ജാതിക്ക തോട്ടമായിരുന്നു കേട്ടോ അവിടെ. ജാതിക്ക, ഒരുപാട് ജാതിക്കകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ജാതിക്ക, കൊക്കോ, പേരക്ക, പിന്നെ കണ്ട ഊഞ്ഞാല. ഇതാണ് ശാലിനി എന്ന് പറയും, രഞ്ജിഷേട്ടൻ്റെ വൈഫാണ്. അപ്പോൾ ഇത് മഞ്ജുഷ, ഏട്ടൻ്റെ ഫ്രണ്ടാണ്, ഫ്രണ്ടിൻ്റെ വൈഫാണ് മഞ്ജുഷ. പിന്നെ അങ്ങനെ എല്ലാവരും, പിന്നെ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും നടക്കുമായിരുന്നു. അത് പ്രീതിയാണ്, പ്രീതി എന്ന് പറയും. പ്രീതി, മഞ്ജുഷ, ശാലിനി, പിന്നെ ഷിബിനയാണ് കേട്ടോ. അത് ഷിബിനയാണ്. അപ്പോൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കണ തിരക്കിലായിരുന്നു. നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അതിൻ്റെ ഈ ബാക്കിൽ തന്നെ കണ്ടില്ലേ, അതിൻ്റെ കൂടെ ഒരു ചോല, ഈ വെള്ളച്ചാട്ടം ചെറുതായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കണ്ടോ, കൊക്കോക്കായും ജാതിക്ക കണ്ടില്ലേ, എത്രയാണ് ഉള്ളത്, ഇഷ്ടം പോലെയുണ്ട്. കൊക്കോ, ജാതിക്ക, റോസ് പൂവ്, പേരക്ക, ഒരുപാട്. ബോള് പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയതായിരുന്നു കേട്ടോ. വീരു ബോൾ എടുക്കണമെന്ന് വാശി കാട്ടിയപ്പോൾ വീരും ദേവുട്ടനും അങ്ങനെ ബോളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയി. അതുകൊണ്ട് അവർക്ക് കളിക്കാനായി. ബോറടി ഇല്ല, മഴയില്ലാത്ത സമയത്ത് കുറച്ച് നേരം അവർ ബോളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, വെള്ളച്ചാട്ടത്തിൻ്റെ കണ്ടോ. ഞാൻ അവിടേക്കൊക്കെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് അവിടേക്കൊക്കെ. നല്ല അടിപൊളിയായിരുന്നു. നല്ല പ്ലേസാണ്, നല്ല തണുപ്പാണ്, നല്ല ക്ലൈമറ്റാണ്. എന്തായാലും നല്ല അടിപൊളി, സൂപ്പറായിരുന്നു. പിന്നെ പൂളിലേക്ക് ഏകദേശം എല്ലാവർക്കും എത്തിക്കിട്ടിയാൽ മതി എന്നായി. അപ്പോൾ അതാണ്ട് ഇവരൊക്കെ അപ്പോഴത്തേക്ക് പൂളിൽ ഇറങ്ങി ഭയങ്കര ഡാൻസും പാട്ടും കൂട്ടൊക്കെ ആയിരുന്നു. ഞങ്ങൾക്കും വല്ലാതെ ക്ഷമയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പൂളിലൊക്കെ. അപ്പോൾ ഞങ്ങൾ പൂളിലേക്ക് അവിടെ ഇറങ്ങി ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല ഡാൻസ് കളിയും എല്ലാവരും കൂടി ആയപ്പോൾ നല്ല പുതിയ പുതിയ ഓരോ സ്റ്റെപ്പുകളിൽ ഓരോ സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് നല്ല ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഇവർ നല്ല മഴയൊക്കെ ആയപ്പോൾ കണ്ടോ, അവർക്ക് മഴയത്ത് നേരെ അങ്ങോട്ട് ചാടുന്നു. ഇവർ ഞങ്ങളെ കോപ്പി അടിച്ച് കളിച്ചതാണ് ഗെയ്സ്. ഈ സ്റ്റെപ്പ് ഞങ്ങൾ കളിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളെ കോപ്പി അടിച്ച് കളിച്ചതാണ് ഇവർ. എന്നിട്ട് എല്ലാവരും കൂടി അവസാനം വെള്ളത്തിലേക്ക് വീഴുന്ന ഒരു സീനുണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ കുട്ടികളുടെ പൂളായതുകൊണ്ട് ഭയങ്കര ആശ്വാസമാണ്. വെയിലും ദേവൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ദേവൂട്ടനെ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ എടുത്തു. എന്നിട്ട് ഞാനും ദേവൂട്ടനും, എനിക്ക് നീന്താൻ അറിയില്ല, പക്ഷെ ഞങ്ങളിങ്ങനെ നടന്നിങ്ങനെ പോയിട്ടോ അതിലൂടെ. പിന്നെ വീരൂട്ടനും എൻ്റെ കൂടെ തന്നെ അവൻ വന്നിരുന്നു. പക്ഷെ അവന് പിന്നെ ഭയങ്കര തണുപ്പായപ്പോൾ പിന്നെ അവന് പറ്റുന്നില്ല സഹിക്കാൻ. കാരണം നല്ല മഴയും തണുപ്പൊക്കെ അല്ലേ. പിന്നെ അവൻ കുറച്ച് നേരമൊക്കെ കളിച്ച്
പിന്നെ അവൻ അവിടെ കയറിയിരുന്നു കേട്ടോ, അവൻ അവിടെ കയറിയിരുന്നു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ നല്ല കളിയിൽ തന്നെയായിരുന്നു കേട്ടോ. ദേവൂട്ടന് കുറച്ച് നേരം അവന് ഈ പൂളിലേക്ക് ഇറങ്ങണമെന്ന് ഭയങ്കരത്. അതിൻ്റെ ഇടയിൽ അവനും വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു, അവനും ഞാനും വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നല്ല നല്ലൊരു ഓർമ്മകളാട്ടോ, നല്ല രസമുള്ള നല്ലൊരു അടിപൊളി വൈബായിരുന്നു. അതാണ് എല്ലാവരും കൂടി ആകുമ്പോൾ. ഞങ്ങൾ പിന്നെ ഇവർക്ക് വിട്ടുകൊടുത്തില്ല, ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയതേ ഇല്ല. ഞങ്ങൾ കുറേ ഡാൻസുകൾ കളിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്നു ഗെയ്സ്. അത്ര പെട്ടെന്നൊന്നും നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ട് ലാസ്റ്റ് അവരും ഞങ്ങളുടെ കൂടെ ഇറങ്ങി. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി മിക്സായിട്ട് പിന്നെ പൊരിഞ്ഞ ഡാൻസും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അത്യാവശ്യം നല്ല ഇരുടായപ്പോഴാണ് കേട്ടോ അവിടുന്ന് കയറിയത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ അവിടെ റെഡി ആവുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പായപ്പം അവിടെ എല്ലാവരും ഈ അടുപ്പിൻ്റെ അടുത്ത് പോയി നിന്നു കേട്ടോ. അടുപ്പിൻ്റെ അടുത്ത് പോയി വാവേട്ടനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അടുപ്പിൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം ചൂടായി. പിന്നെ നല്ല കോഫി ഉണ്ടായിരുന്നു. കോഫി നല്ല തണുപ്പായപ്പോൾ ഞാനും ഒരു കോഫി എടുത്തു. അപ്പം പിന്നെ കുറച്ച് സുഖമായി. എന്താ വെച്ചാൽ എല്ലാവരും സൈഡായിട്ടുണ്ടായിരുന്നു. കുറേ പൂളിലൊക്കെ കളിച്ചതിന് ശേഷം കുറേ സൈഡായിപ്പോയി എല്ലാവരും. അങ്ങനെ പിന്നെ അവിടെ വെച്ചിട്ട് തന്നെ കുറേ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡാൻസിൻ്റെ വീഡിയോ ഇതിൽ ഞാൻ ഇട്ടിട്ടില്ല, നോക്കിയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അങ്ങനെ ഡാൻസും പാട്ടും കൂത്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ പിള്ളേർസൊക്കെ അവിടെ പൊരിഞ്ഞ് അവരൊക്കെ റൂമിലായിരുന്നു കേട്ടോ. അവരൊക്കെ നല്ല കളിയിലായിരുന്നു, അവരൊക്കെ അപാര കളിയിലായിരുന്നു. അങ്ങനെ പിന്നെ ഗ്രിൽഡ് ചിക്കൻ ഓക്കെ ആയപ്പോൾ പിന്നെ മീനുണ്ടായിരുന്നു. അതുപോലെ ഇലയിലൊക്കെ കിഴി പോലെ ഉണ്ടാക്കുമല്ലോ, മസാല ഇട്ടിട്ട് കിഴി പോലെ ഉണ്ടാക്കിയിട്ട് കണ്ടില്ലേ, അത് വേവിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കായിരുന്നു കേട്ടോ അത്. അപ്പോൾ കുറച്ചപ്പുറത്തുനിന്ന് അവർ രണ്ടാളുമാണ് അത് കിഴി കെട്ടുന്നതും മസാല ഇതാക്കിയതും കിഴി കെട്ടുന്നതൊക്കെ ഇവർ തന്നെയാണ്. അപ്പുറത്തുനിന്ന് അവർ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ കുറച്ചൊന്നും ഇങ്ങനെ നോക്കിന്ന്. പിന്നെ നല്ല പൊരിഞ്ഞ ഗാനമേള ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് വിശന്നപ്പോൾ എല്ലാതും വന്ന് ഇരിക്കാൻ തുടങ്ങി. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല അടിപൊളി കപ്പ പിന്നെ നമ്മുടെ ഫിഷ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടായിരുന്നു. കപ്പയിലേക്ക് നല്ല തലക്കറി, മീനിൻ്റെ തലക്കറി ഉണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി വേണ്ടവർക്ക് ചമ്മന്തി ഉണ്ടായിരുന്നു. വെജിറ്റേറിയൻ ആയവർക്ക് ചമ്മന്തി. പിന്നെ ഉച്ചത്തെ ബിരിയാണി ഉണ്ടായിരുന്നു വേണ്ടവർക്ക് കഴിക്കാൻ. പക്ഷെ ഇതന്നെ നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ ആയിട്ടോ. രാവിലെ ആയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ തന്നെ കിടന്നു ഗെയ്സ്. അപ്പോൾ എൻ്റെ അടുത്ത് കിടന്നത് ഷിബിനിയും പ്രീതിയാണ് എൻ്റെ അടുത്ത് കിടന്നത്. വീരു തൊട്ടപ്പുറത്തെ റൂമിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെയാണ് കിടന്നത്. ദേവൂട്ടൻ പിന്നെ അവൻ്റെ അച്ഛൻ്റെ കൂടെ കിടക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ കിടന്നു. അപ്പം കുട്ടികൾക്കുള്ള റൂമുകളും കാര്യങ്ങളൊക്കെ തന്നെ ഫുൾ സെറ്റായിട്ടായിരുന്നു കേട്ടോ റിസോർട്ടിലുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഞങ്ങൾ ഇവിടെയാണ് കിടന്നത്. പിന്നെ ചില പിള്ളേർസൊക്കെ നേരത്തെ ഉണർന്നു, ചിലവരൊക്കെ ഇങ്ങനെ ഉറങ്ങാൻ മടിച്ചിട്ടുണ്ട്. വാവേടത്തി ഞങ്ങൾ വന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ എഴുന്നേറ്റു. ബ്രഷൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ട് പോയി. ഞാൻ ബ്രഷൊക്കെ ചെയ്ത് തന്നപ്പോഴത്തേക്കിൻ്റെ പിന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്താണ് ഇനി ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം പിന്നെ ദേവൂട്ടനും വീരുട്ടനും പിന്നെ എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു. അവരെപ്പോഴും അവർ ഫുൾ റെഡിയായി നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ നീറ്റിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അവർ പിന്നെ എൻ്റെ അടുത്തേക്ക് വന്ന് പിന്നെ ഞാനും പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റൊക്കെ സൂപ്പറായിരുന്നു. കുറച്ച് നേരം മഴ ഇല്ലായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ എടുത്തു. പിള്ളേർസൊക്കെ റെഡി ആയിട്ട് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഭക്ഷണം കഴിച്ചിട്ട് വേണം അവിടെ പൂളിലേക്ക് ഇറക്കുള്ളൂ എന്ന് ആദ്യം ഒരു ഇത് പറഞ്ഞുകൊണ്ട് അവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം ഫുഡൊക്കെ എല്ലാവരും അവിടെ കിച്ചണിൽ തന്നെ ഉണ്ട്. ഫുഡ് ഈ ഏട്ടനൊക്കെ നന്നായിട്ട് പാട്ട് പാടും കേട്ടോ, അടിപൊളിയായിട്ട് പാട്ട് പാടുന്നതാണ്. അപ്പോൾ പൂള് കണ്ടപ്പോൾ പിന്നെ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല ഭംഗി പൂള്. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങാൻ തന്നെ കൊതിയായി. പക്ഷെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്നുള്ളതിൽ നിന്നുകൊണ്ട് അങ്ങനെ നിന്നു. അപ്പോൾ രാവിലെ പുട്ടുണ്ടായിരുന്നു, പുട്ടും കടലയും ഇഡ്ഡലിയും ചട്നിയും ആയിരുന്നു. ഇത് അവരുടെ റിസോർട്ടുകാരുടെ വക തന്നെയാണ് ഫുഡൊക്കെ. അവർ ഫുഡൊക്കെ രാവിലെ തന്നെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഉച്ചത്തേക്ക്. അതിലേക്കുള്ള ഉള്ളി കട്ടിങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെയായിരുന്നു അവർക്ക് ജോലി. ഞങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ നോക്കി നിന്നതേ ഉള്ളൂ. നമ്മളൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്നില്ലേ, ഇന്നൊക്കെ അവർ ചെയ്യട്ടെ വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നോക്കി നിന്നു കേട്ടോ ഗെയ്സ്. അപ്പോൾ മക്കൾക്കൊക്കെ ഏകദേശം വിശന്നപ്പോൾ എന്നാലും ഇനി ഭക്ഷണം കഴിക്കാറുണ്ട്. എല്ലാവർക്കും ഏകദേശം വിശപ്പായി. ഇനി പോകണം, ഉച്ച 12 മണിയാകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇറങ്ങണം
അങ്ങനെ കണ്ടില്ലേ, ഇത് അസലായിട്ട് പാട്ട് പാടുതാ വരും. ഇതാ ഈ ഏട്ടനൊക്കെ നന്നായിട്ട് പാട്ട് പാടുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ദേവൂട്ടൻ പിന്നെ അച്ഛൻ ഇരുന്നപ്പോൾ അച്ഛൻ്റെ കൂടെയാണ് അവന് വരുന്നത്. അവന് ഇഡ്ഡലിയും ചട്നിയും കഴിച്ചു. വീരും അതുപോലെ ഇഡ്ഡലിയും ചട്നിയാണ് കഴിച്ചത്. ഞാൻ പിന്നെ പുട്ടും പുട്ടും കടലയും കഴിക്കാച്ചു. അപ്പം ചിക്കൻ ബിരിയാണി കഴിക്കേണ്ടവർക്ക് ഇന്നലത്തെ ബിരിയാണിയും ചിക്കനും ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് രാവിലെ എനിക്ക് അത്ര രാവിലെ ഒന്നും എനിക്ക് നോണൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ ഇതാ ഈ പുട്ടും കടലയും മാത്രമാണ് ഞാൻ കഴിച്ചത് കേട്ടോ. ഒരു ചായ കുടിച്ചു കേട്ടോ, ഒരു കട്ടൻ ചായ. എപ്പോഴെങ്കിലുമൊക്കെ ചായ കുടിക്കാറുള്ളൂ. ചായ കുടിച്ചു. നല്ല മഴയായിരുന്നു. പിന്നെ ഇതാ ഞാനും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇറങ്ങാൻ ഇങ്ങനെ മടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല അടിപൊളി കൊക്കോക്കായ ഉണ്ടല്ലേ. കൊക്കോക്കായ എല്ലാവർക്കും അറിയാലോ. കൊക്കോക്കായൻ്റെ ഇഷ്ടം പോലെ തോട്ടം തന്നെ ഉണ്ട് അവിടെ. അപ്പോൾ കൊക്കോക്കായ സജിലേട്ടൻ പറിച്ചുകൊണ്ട് തന്നപ്പോൾ തന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരുപാട് തോട്ടങ്ങളുണ്ട് കേട്ടോ. ഇത് വാവേട്ടനെന്താ അവിടെ പോയിട്ട് ഇങ്ങനെ പറിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു പീസ് തന്ന്. ഇഷ്ടംപോലെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ തോട്ടമുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഇരുടാണ്. കുറച്ചൊക്കെ ഞാൻ പോയി നോക്കി. അപ്പോൾ നല്ല ഇരുടും. പിന്നെ ഇവർ കവറൊക്കെ കൊണ്ട് പോയി പറിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ പോയി നോക്കി. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കയറി. അവരങ്ങ് താഴെ തോട്ടത്തിലേക്ക് ഫുള്ള് അവർ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ റിസോർട്ടിലെ ആളെയും കൂട്ടിയിട്ട് അവർ നമുക്ക് പറിച്ചു തരും. നമുക്ക് എന്താ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അവർ പറിച്ചു തരും. അപ്പോൾ ഈ ഒരു കൊക്കോ കണ്ടോ, റെഡിഷ് കളറാണിത്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നിട്ട്. നമ്മൾ പൊതുവേ യെല്ലോ ആണ് കണ്ടത്, മഞ്ഞ ടൈപ്പ്. അതിന് നല്ല ഒരു ചുവപ്പ് കളറ്. അപ്പോൾ അത് ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ പിന്നെ അവിടെ തന്നെ ഇരുന്നു. മക്കൾസൊക്കെ പിന്നെ സ്കൂളിലേക്ക് വന്നപ്പോൾ അവരുടെ അടുത്ത് തന്നെ ഞാനിരുന്നു. ദേവൂട്ടനും ഒക്കെ ഇതാ വീരു ഉണ്ടോ, ദേവൂട്ടൻ അവിടെ ഇല്ല, വീരുട്ടുണ്ടായിരുന്നു. പിന്നെ അവരവിടെ പൊരിഞ്ഞ കളിയിലായിരുന്നു കേട്ടോ. നല്ല കളിയിലായിരുന്നു അവർ. മഴ കുഴപ്പമില്ല പോയിരുന്നു. അപ്പോൾ ഇതാ വാവേട്ടതാ കൊക്കോക്കായൊക്കെ പറിച്ചിതാ വരുന്നത് കണ്ടോ. എത്ര കൊക്കോ കിട്ടി നമുക്ക് നോക്കാം. ആഹാ, ഒത്തിരി ഉണ്ടല്ലോ കണ്ടോ. ഒത്തിരി കൊക്കോക്കായൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കുരു ഉണക്കി പൊടിച്ചാൽ ചോക്ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് നമ്മളിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ ഇറങ്ങി കഴിഞ്ഞ ശേഷം ഡ്രസ്സൊക്കെ മാറ്റി ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് രാവിലത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോവാമെന്ന് വെച്ചു. പിന്നെ എല്ലാവരും ഉച്ചയായപ്പോൾ ഉച്ചത്തെ ഫുഡ് കഴിച്ചു. നല്ല ചിക്കൻ കറിയും ചോറും അച്ചാറും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വീണ്ടും ഇറങ്ങി. അപ്പോൾ പിന്നെ വലിയ മഴയൊന്നുമില്ല. ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ അവിടുത്തെ റൂമൊക്കെ. അതൊന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെ ഒരു റൂമുണ്ടായിരുന്നു. അതിന് നേരെ കുറച്ച് താഴേക്ക് തന്നെ തൊട്ടപ്പുറത്ത് വേറെയും 2 റൂമുകളുണ്ടായിരുന്നു. റൂമൊക്കെ നല്ല അടിപൊളി റൂമുകളായിരുന്നു കേട്ടോ. നല്ല സെറ്റായിരുന്നു റൂമുകളൊക്കെ. നല്ല അടിപൊളിയായിരുന്നു. നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് നല്ല രസമാണല്ലോ. രാത്രിയൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല അടിപൊളി വൈബാണ് കേട്ടോ ഈ ഒരു ടൈമിലൊക്കെ. ഇനിയിപ്പോൾ ഈ ഒരു ചാറ്റൽ മഴേൻ്റെ ടൈമിലാണെങ്കിലും അല്ലാതെയൊക്കെ ഇരിക്കുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് കുറച്ച് പിക്കൊക്കെ എടുത്തു. അപ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് കണ്ടില്ലേ പ്രീതി, അവളുടെ കുറച്ച് ഇതുപോലെ പിക്ക് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ശരത്താണ് പിക്ക് എടുത്തത്. എനിക്കതുപോലെ എൻ്റെ പിക്കൊക്കെ എടുത്തു തന്നത് ശരത്ത് തന്നെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഏകദേശം പോകാനൊക്കെ ആയി. അപ്പോൾ ദൈവൂട്ടനൊക്കെ എന്നെ കാണാനായിട്ട് തിരഞ്ഞു വന്നതാണ്. അമ്മ എവിടെയെന്ന് ചോദിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാവരും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി എല്ലാവരും വീട്ടിലേക്ക് പോകാമെന്നുള്ള ഇതിലായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളി യാത്രയായിരുന്നു. സൂപ്പറായിരുന്നു. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ചു. ഒരു ദിവസത്തെ ട്രിപ്പാണെങ്കിലും ഒരുപാട് നല്ല നല്ല ഓർമ്മകളുമായിട്ടാണ് കേട്ടോ അവിടുന്ന് എല്ലാവരും പടിയിറങ്ങിയത്. അവരും വീണ്ടും ഞങ്ങളോട് വരണം, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയും വരണം എന്നൊക്കെ പറഞ്ഞു. നല്ല അപ്പം കണ്ടോ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫാഷൻ ഫ്രൂട്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും പോവാണ്. അപ്പം സത്യം പറയാലോ പോവാൻ തോന്നുന്നില്ലായിരുന്നു. പക്ഷെ വീട്ടിലെത്തണ്ടേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി എല്ലാവരും കൂടി ഇറങ്ങി വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ പാട്ടൊക്കെ പാടി നല്ല രസമായിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ദൂരം എത്തിയപ്പോൾ ആ ഭാഗത്തിന് കുറേ ദൂരം എത്തിയപ്പോഴാണ് നല്ല കോടമഞ്ഞ് കണ്ടത്. അപ്പോൾ കോടമഞ്ഞ് കണ്ടപ്പോൾ പിന്നെ എല്ലാവരും അവിടുന്ന് ഇറങ്ങി. വാവേട്ടൻ കണ്ടില്ലേ, നമ്മൾ വാവേട്ടത്തി എടുത്ത് പൊക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നല്ല കോടമഞ്ഞൊക്കെ കണ്ട് നല്ല അടിപൊളി നല്ലൊരു വൈബ്. ഈ ഒരു വൈബിലൂടെ സത്യം പറയിച്ചാൽ നല്ലൊരു ബുള്ളറ്റിൽ യാത്ര ചെയ്യാൻ നല്ലൊരു ആഗ്രഹമുണ്ട് കേട്ടോ എനിക്ക്. എന്തായാലും നല്ല സൂപ്പർ യാത്രയായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവരും കാണുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.